സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സക്കാത്തിന്റെ അവകാശികൾ ആരെല്ലാമാണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ 8 വിഭാഗം ആളുകളെയാണ് സക്കാത്തിന്റെ അവകാശികളായി പരിചയപ്പെടുത്തുന്നത്. ഈ 8 വിഭാഗത്തിനല്ലാത്ത മറ്റൊരു വിഭാഗത്തിന് കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല, കൊടുക്കുന്നത് തെറ്റാണ്. ആരാണ് ഈ 8 വിഭാഗം ആളുകൾ? മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തി. ഒന്നാമത്തത് അൽ ഫഖീറു, ഫഖീറാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ തന്റെയും ആശ്രിതരുടെയും ചെലവിനാവശ്യമായ ഒരു വരുമാനമില്ലാത്ത, യോജിച്ച ജോലിയില്ലാത്ത വ്യക്തിയാണ് ഫഖീർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അൽ മിസ്കീനു, മിസ്കീനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ചെറിയ യോജിച്ച ഒരു ജോലിയും അതുപോലെ വരുമാനമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് തന്റെയോ കുടുംബത്തിന്റെയോ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയോ ചെലവിലേക്ക് അത് തികയുന്നില്ല, മതിയാകുന്നില്ല. അത്തരം വിഭാഗക്കാരാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഈ 2 വിഭാഗം ആളുകളും സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള, അവകാശമുള്ള ആളുകളാണ്. എന്നാൽ ചില ആളുകൾക്ക് സ്വന്തമായ വരുമാനമോ ജോലിയോ ഒന്നും ഇല്ല. പക്ഷേ അവർ താമസിക്കുന്ന അവരുടെ വീടും പറമ്പും ഇപ്പോൾ നിലനിൽക്കുന്നത് നഗരങ്ങളിലോ പട്ടണങ്ങളിലോ ആണ്. ആ വീടും പറമ്പും ചെറിയ രൂപത്തിലുള്ള വീടാണെങ്കിലും പറമ്പാണെങ്കിലും വിറ്റാൽ ഒരു ഭീമമായ സംഖ്യ അവർക്ക് ലഭിക്കുകയും മറ്റൊരു സ്ഥലത്ത് പോയി നല്ല രൂപത്തിൽ ഒരു വീടും പറമ്പും എടുക്കാം. മാത്രമല്ല അവന്റെ വരുമാനത്തിന് മതിയാകുന്ന രൂപത്തിൽ ചെലവിനാവശ്യമായ വരുമാനം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെങ്കിൽ അത്തരം ആളുകൾ അത് ചെയ്യൽ നിർബന്ധമാണ് എന്നും, മാത്രമല്ല അത്തരം ആളുകൾ സക്കാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, അവർക്ക് സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല എന്നാണ് ഫുഖഹാ പറയുന്നത്. 8 വിഭാഗത്തിൽ നിന്ന് മൂന്നാമത്തെ വിഭാഗം വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ ജീവനക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യമാകുമ്പോ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭരണം നടത്തുന്ന മുസ്ലിം ഭരണാധികാരികൾ സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി, വിതരണം ചെയ്യാൻ വേണ്ടി, അത് സൂക്ഷിക്കാൻ വേണ്ടി, എഴുതി വെക്കാൻ വേണ്ടിയൊക്കെ അതിനൊക്കെ വേണ്ടി ചുമതലപ്പെടുത്തുന്ന ബൈത്തുൽ മാലിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ് സക്കാത്ത് ജീവനക്കാർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വിഭാഗക്കാർ ഇല്ല. കാരണം ഇസ്ലാമിക ഭരണകൂടമല്ല, ഇസ്ലാമിക ഭരണാധികാരികളും അല്ല. അതുകൊണ്ട് അത്തരം ഒരു വിഭാഗക്കാർ ഇല്ല. പക്ഷേ ഇന്ന് പുത്തനാശയക്കാർ സക്കാത്ത് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി നിർമ്മിക്കുകയും അങ്ങനെ അവർ പിരിക്കാനും അതുപോലെ വിതരണം ചെയ്യാനും ചില ആളുകളൊക്കെ ചുമതലപ്പെടുത്തുന്നതും അത് ശരിയല്ല. അങ്ങനെ സക്കാത്ത് കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുത്താൽ അത് മതിയാവുകയും ഇല്ല. ഏതായാലും വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞ സക്കാത്തിന്റെ ജീവനക്കാർ എന്ന് പറയുന്ന വിഭാഗം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അത് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യമല്ല, മറ്റൊന്ന് മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തുന്ന രാജ്യവും അല്ല. അതുകൊണ്ട് അത്തരം വിഭാഗം ഇന്ത്യയിൽ ഇല്ല. സക്കാത്തിന്റെ അവകാശികളിൽ നിന്ന് നാലാമത്തെ വിഭാഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു വൽ മുഅല്ലഫതി ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന വ്യക്തികൾ, പുതുമുസ്ലിമീങ്ങൾ, അവർക്ക് സക്കാത്ത് നൽകണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഒന്നുകിൽ അവരുടെ ഹൃദയം ഇസ്ലാമിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടെ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് കണ്ട് മറ്റുള്ള ആളുകൾക്ക്, അമുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ ഒരു പ്രചോദനമാകും എന്നതുകൊണ്ടും അത്തരം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. എന്നാൽ ഇന്ന് പുത്തനാശയക്കാർ പറയുന്നത് വൽ മുഅല്ലഫതി ഖുലൂബുഹും എന്ന് പറഞ്ഞാൽ പുതുമുസ്ലിമീങ്ങൾ മാത്രമല്ല പെടുക, അമുസ്ലിമീങ്ങൾക്കും കൊടുക്കാം എന്നാണ്. മഹാന്മാരായ ഫുഖഹാ മുഴുവനും പറഞ്ഞു അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. സക്കാത്ത് കൊടുക്കണമെങ്കിൽ തന്നെ മുസ്ലിമായാൽ മാത്രമേ അത്തരം ആളുകൾക്കേ കൊടുക്കാവൂ, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അമുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം എന്ന നിലക്ക് പോലും സക്കാത്തിന്റെ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. അത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ സക്കാത്തിന്റെ ഫണ്ടല്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സ്വതക്കകളോ സുന്നത്തായ ദാനധർമ്മങ്ങളോ ഒക്കെ അവർക്ക് കൊടുക്കാം. അത്തരം ആളുകളെ ഇസ്ലാമിലേക്ക് പ്രചോദനം നൽകാം. പക്ഷേ സക്കാത്തിന്റെ ഫണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ. സക്കാത്തിന്റെ അവകാശികളിൽ നിന്ന് അഞ്ചാമത്തെ വിഭാഗം വഫി റിഖാബി, മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്നാണ്.
മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്ന് പറഞ്ഞാൽ സാധാരണ അടിമയല്ല. എന്ന് പറഞ്ഞാൽ ഒരു യജമാനൻ അടിമയോട് പറഞ്ഞു, ഇത്രകാലം നീ എന്റെ അടുത്ത് താമസിച്ചല്ലോ, എന്റെ അടിമയാൻ, ഇനി നിനക്ക് മോചനം വേണമെങ്കിൽ, സ്വതന്ത്രനായി ജീവിക്കണമെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സംഖ്യ എന്റെ കയ്യിലേക്ക് തന്നാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി വിടാമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ആളുകൾ, ഇവരാണ് മോചന പത്രം എഴുതപ്പെട്ട അടിമ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമുക്ക് അടിമ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് അത്തരം വിഭാഗത്തെയും നമുക്ക് ഒഴിവാക്കാം. ഏതായാലും അത്തരം വിഭാഗങ്ങൾ ഉള്ള സ്ഥലത്താണെങ്കിൽ അവർക്കും സക്കാത്ത് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. സക്കാത്തിന്റെ അവകാശികളിൽ ആറാമത്തെ വിഭാഗം വൽ ഗാരിമീന, കടക്കാർ എന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഖുർആൻ പറയുന്നു കടക്കാർ. കടക്കാരനാവുക എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയ വ്യക്തി എന്നാണ്. നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി, അനിസ്ലാമികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയിട്ട് കടക്കാരനായാൽ അത് ഇസ്ലാം അനുവദിക്കുകയില്ല. അത്തരക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, അത് സ്വന്തത്തിന് വേണ്ടിയാകാം, കുടുംബത്തിന് വേണ്ടിയാവാം, പൊതുനന്മക്ക് വേണ്ടിയാവാം, മദ്രസാ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയാവാം, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വാങ്ങിയാൽ, അങ്ങനെ കടക്കാരനായാൽ അത്തരം കടക്കാർക്ക് സക്കാത്ത് കൊടുക്കാം. അവർ അതിന്റെ അവകാശികളാണെന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നു. കാരണം പൊതുനന്മക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വേണ്ടി പ്രചോദനം നൽകാനുള്ള കാരണങ്ങളാണ്. അത്തരം ആളുകൾക്കും സക്കാത്ത് കൊടുത്തിരിക്കണം. സക്കാത്തിന്റെ അവകാശികളിൽ ഏഴാമത്തെ വിഭാഗം വിശുദ്ധ ഖുർആൻ പറയുന്നു വഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വിഭാഗം. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി, ഇവിടെ ദീന് നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു പടപൊരുതിയ പടനായകന്മാർ, യോദ്ധാക്കൾ, അത്തരം ആളുകളും ആ യോദ്ധാക്കൾ സക്കാത്തിന്റെ അവകാശികളാകുന്നു. അവരെത്ര വലിയ സമ്പന്നരായാലും ശരി കൊടുക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഈ ഒരു വിഭാഗം, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരും ഈ രാജ്യത്തില്ല. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നത് ഇസ്ലാമിക ഭരണാധികാരികളുടെ, മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ അവരുടെ നിർദ്ദേശപ്രകാരമാവണം നടക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതിന് സാധ്യതയില്ല. അതുകൊണ്ട് ആ വിഭാഗവും നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. പക്ഷേ പുത്തനാശയക്കാർ പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, ജിഹാദ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അത് മദ്രസ ഉണ്ടാക്കുന്ന, പള്ളി ഉണ്ടാക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ അത്തരം പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ കൊടുക്കാം എന്ന് ചില പുത്തനാശയക്കാർ ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും അത്തരം വാദങ്ങൾ പൊള്ളയാണ്, തെറ്റാണ്, വങ്കത്തമാണ്. അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം മദ്രസക്ക് വേണ്ടിയോ പള്ളിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയോ അത്തരം പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ അങ്ങനെ ഒരു വിഭാഗത്തെ വിശുദ്ധ ഇസ്ലാം എണ്ണിയിട്ടില്ല. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്താൽ അത് സക്കാത്ത് വീടുകയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. സക്കാത്തിന്റെ അവകാശികളിൽ അവസാനത്തെ എട്ടാമത്തെ വിഭാഗം വബിനി സബീൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു യാത്രക്കാരായ ആളുകൾക്കും സക്കാത്ത് കൊടുക്കാം. പക്ഷേ യാത്ര എന്ന് പറഞ്ഞാൽ അനുവദനീയമായ യാത്രയാവണം. അനുവദനീയമായ യാത്ര നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ യാത്ര തുടങ്ങുന്ന ആളുകൾ അവർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമുള്ള ആളുകളുടെ നാട്ടിലൂടെയോ ഒക്കെ യാത്ര ചെയ്യുകയോ യാത്ര തുടങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം വിഭാഗം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ വിരോധമില്ല, വിശുദ്ധ ഇസ്ലാം പറയുന്നു. ഏതായാലും ഈ 8 വിഭാഗം മാത്രമാണ് സക്കാത്തിന്റെ അവകാശികൾ. അല്ലാത്തൊരു വിഭാഗത്തിന് വിശുദ്ധ ഖുർആൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, പരിചയപ്പെടുത്തുന്നില്ല. അല്ലാഹു തആല ഒരുപാട് അറിവുകൾ സമ്പാദിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.